ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മീൻ കൊണ്ടുള്ള ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല ഫ്രഷ് അയല മീനും അതിൻ്റെ കൂടെ തന്നെ നല്ല നാടൻ കപ്പയും ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത്. വേറൊന്നുമല്ല, കപ്പയും മീനും കുഴച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന്. നല്ല ടേസ്റ്റാണ്. കപ്പയും മീനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായും ഈ നാടൻ റെസിപ്പി ഇഷ്ടപ്പെടും. നല്ല തനി നാടൻ സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പയൊന്ന് വൃത്തിയാക്കി എടുക്കാം. 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ നമ്മൾ ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചേർക്കുക. എന്നിട്ട് നമുക്ക് ഈ കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. അത് എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റോളം നല്ല പോലെ തിളച്ച് വരുന്നവരെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല പോലെ വെന്ത് കിട്ടും. എന്നിട്ട് അതൊന്ന് വാർക്കാൻ വെക്കുക. ഇനി നമുക്ക് മീനാണ് എടുക്കേണ്ടത്. ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇപ്പോൾ ഒരു ഏകദേശം 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എടുക്കാം. ഒന്ന് നല്ലപോലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇടണം. ഒരു ഏകദേശം 10 മുതൽ 12 വരെ ചുവന്നുള്ളി എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് വഴട്ടിയെടുക്കണം. അപ്പം വല്ലാതെ ഒന്ന് ബ്രൗൺ കളറായി വരണമെന്നൊന്നുമില്ല. എന്നാലും അത് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് നല്ല പോലെ ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ല പോലെ മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ആ സ്പൂൺ നിറയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൊടിയുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല അളവ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒരു മിനിറ്റോളം ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ 1/2 കിലോ അയിലയാണ് എടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ചേർക്കുവാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിന് വേണ്ടി വരും. അതും കൂടി ചേർത്തൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ കൂട്ടൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മീൻ ചേർക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് മാറ്റി വയ്ക്കുക. അപ്പോൾ ദാ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം പുളി നമ്മൾ എടുത്തിരിക്കുന്നത് വാളൻ പുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്നും പറയും. അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ആ വെള്ളത്തിൽ കിടന്ന് കുതിർത്ത് വരുമ്പോൾ നമുക്കത് അരിച്ച് അതിൻ്റെ വെള്ളം നമുക്കിതിലോട്ട് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം കൂടി ചേർക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കുറച്ചെടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ വീട്ടിലുള്ള പുളിയുടെ എങ്ങനെയാണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ആ പുളി ഞാൻ നല്ലപോലെ കൈവച്ച് ഞെരടി ഒന്ന് അലിയിച്ചെടുത്തതാണിത്. അപ്പോൾ അത് നമുക്കൊന്ന് അരിച്ച് അതിനകത്തോട്ട് ഒഴിക്കാം. ഇടയ്ക്ക് മീനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതൊന്ന് രുചിച്ച് നോക്കുമ്പോൾ പുളി കുറവുണ്ടെങ്കിൽ ഈ ബാക്കിയിരിക്കുന്ന ആ ഒരു ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മട്ട് അതൊന്നും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് പുളി കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നല്ലപോലെ ഇരുന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അപ്പം നല്ല പോലെ തിളച്ച് കുറുകി വരണം. ആ സമയത്ത് നമുക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 മുറി തേങ്ങയാണ്. ഏകദേശം 1 കപ്പ് തേങ്ങ വരും. അതൊന്ന് മിക്സിയിൽ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് പൾസ് ചെയ്താൽ മതി. അത് നമുക്ക് ഈ കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ആ തേങ്ങ ഒന്ന് നല്ലപോലെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പൾസ് ചെയ്യണമെന്നില്ല, അല്ലാത്തവരെ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ മീനെല്ലാം നല്ല പാകത്തിന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് മീനെല്ലാം ഒന്ന് എടുത്ത് മാറ്റി അതിൻ്റെ വലിയ മുള്ളുകളെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ മീനെല്ലാം ഈ കറിയിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചാറ് നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വരും. ആ സമയം നമുക്ക് മുള്ളും മാറ്റിയെടുക്കാം. അപ്പം മുള്ള് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് കരുതിയാണ് അങ്ങനെ നമ്മൾ മീൻ എടുത്ത് മുള്ള് മാറ്റുന്നത്. അപ്പം നമുക്ക് ആ മീൻ എടുത്തിട്ട് പതുക്കെ ഒരു സ്പൂൺ വെച്ച് അതിനൊന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ ആ മുള്ള് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം മീൻ നിങ്ങൾ മുറിക്കാതെ ഇട്ടാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മുറിച്ചിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുള്ളിതാ ഇതുപോലെ പതുക്കെ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി എടുത്ത് മാറ്റുക. അപ്പോൾ ഇതാ മീനിൻ്റെ മുള്ളെല്ലാം ഏകദേശം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി എന്തായെന്നൊന്ന് നോക്കാം. അത് നല്ലപോലെ കുറുകി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇനി നമുക്ക് കപ്പയും മീനും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് പാകത്തിനുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വാർത്ത് വെച്ചിരിക്കുന്ന കപ്പ ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരത്തെ മുള്ള് കളഞ്ഞ് വെച്ചിരിക്കുന്ന മീനും കൂടി അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മുടെ മസാലക്കൂട്ട് നല്ലപോലെ വറ്റി ഇരിക്കുന്ന ആ ഒരു കറിക്കൂട്ടും കൂടി നമുക്കിതിലേക്ക് നല്ലപോലെ ചേർത്ത് കൊടുത്ത് ഇനി എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അത് സ്പൂൺ വെച്ച് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നിങ്ങൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കാതെ വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കപ്പയിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. എല്ലാം കൂടി ചേർന്ന് നല്ല ടേസ്റ്റിൽ ആ കപ്പ അങ്ങനെ നല്ല മീനിൻ്റെ ഫ്ലേവർ അങ്ങ് നിറഞ്ഞങ്ങ് നിൽക്കും. നല്ല രുചിയാണിത് കഴിക്കാൻ. അപ്പോൾ അതാ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ആ ഒരു പാകം. അപ്പം നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടി ഒന്ന് മുറുകി വരും. അപ്പോൾ ഈ ഒരു പരുവം എത്തുമ്പോൾ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കപ്പ കുഴച്ചത്. നല്ല ടേസ്റ്റാണ്, പറഞ്ഞ് അറിയിക്കാൻ എനിക്ക് പറ്റില്ല, അത്രയും രുചിയുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം രുചിയുണ്ടെന്ന്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.